നിങ്ങൾ മാസ്റ്റുർബേഷൻ ചെയ്യാറുണ്ടോ? ഒരുപാട് തവണ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ചെയ്താൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്നോർത്ത് പേടി തോന്നാറുണ്ടോ? ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മാസ്റ്റുർബേഷൻ ചെയ്താൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒരുപാട് പേരുടെ ലൈഫ് ഇത് കാരണം തകർന്നിട്ടുണ്ട്. പൊതുവെ മാസ്റ്റുർബേഷൻ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റായ രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഓവർ മാസ്റ്റുർബേഷൻ നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇത് കാരണം എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് എന്നെല്ലാം നോക്കാം. ഒന്നാമതായി, മോർ സെക്ഷൽ തോട്ട്സ്. ഇതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത്. ഏതൊരു കാര്യവും അളവിൽ കൂടിയാൽ വിഷമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇതും. യഥാർത്ഥത്തിൽ മാസ്റ്റുർബേഷൻ എന്നത് നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് ആണ്. ഇത് എല്ലാവരുടെ ലൈഫിലും കോമൺ ആണ്. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് തവണ ചെയ്യുമ്പോൾ അത് നിങ്ങളെ മോശമായി ബാധിക്കുന്നു എന്നതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിലൊരു ഹോട്ട് കണ്ടന്റ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സെക്ഷൽ തോട്ട്സ് വരുന്നു. സോ നിങ്ങൾ മാസ്റ്റുർബേഷൻ ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ ഒരു മൂവി കാണുമ്പോഴും റൊമാൻറ്റിക് സോങ് കേൾക്കുമ്പോഴും എല്ലാം അർജസ് ഉണ്ടാവുകയും തിരികെ മാസ്റ്റുർബേഷനിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മാസ്റ്റുർബേഷൻ കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും സെക്ഷൽ തോട്ട്സ് വരാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങും. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി, ഇറ്റ് അഫക്ട്സ് യുവർ നോർമൽ ലൈഫ്. ഇത് നിങ്ങളുടെ ലൈഫിനെ മോശമായി ബാധിക്കുന്നു. നിങ്ങളിപ്പോൾ മാസ്റ്റുർബേഷനെ കുറിച്ച് അധികമായി ചിന്തിക്കുന്നുണ്ടോ? അതുപോലെ സെക്ഷൽ തോട്ട്സ് അധികമായി വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ നോർമൽ ലൈഫിനെ ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ സ്വയം കുറ്റബോധം തോന്നാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റോഡിലൂടെ പോകുന്ന സമയത്ത് സാധാരണയായി കാണാറുള്ള സ്ത്രീകളെ പോലും കാമത്തിലൂടെ കാണാനുള്ള ഫീലായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഇതെല്ലാം ഓവർ മാസ്റ്റുർബേഷൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ബാഡ് തിങ് അല്ലേ? സോ ഇത്തരത്തിലുള്ള ചിന്തകൾ കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഉദാഹരണമായി, നിങ്ങളുടെ ഈ ഒരു ബാഡ് ഹാബിറ്റ് കാരണം ആരെ കണ്ടാലും നിങ്ങൾക്ക് മാസ്റ്റുർബേഷൻ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കതിൽ കുറ്റബോധം തോന്നാൻ തുടങ്ങും. ഞാൻ ഇത്രയ്ക്ക് മോശമാണോ? എൻ്റെ ക്യാരക്ടർ ഇത്രയ്ക്ക് മോശമാണോ? എന്തുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണുന്നത് എന്നെല്ലാം ചിന്തിച്ച് സ്വയം നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നാൻ തുടങ്ങും. സോ ഇത് നിങ്ങളെ നോർമൽ ലൈഫിനെയും നിങ്ങളുടെ ജോബ്, ഫാമിലി, അങ്ങനെ പല രീതിയിലും ഇത് ബാധിക്കാൻ തുടങ്ങും. മൂന്നാമതായി, നോ സെക്ഷൽ ഡിസയർ ടുവേർഡ്സ് യുവർ പാർട്ണർ. ഓവർ മാസ്റ്റുർബേഷൻ നിങ്ങളുടെ പാർട്ണറുമായിട്ടുള്ള അടുപ്പം കുറയാൻ കാരണമാകുന്നുണ്ട്. ഇത് ഒരുപാട് സർവേയിലൂടെയും ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓവറായി മാസ്റ്റുർബേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ വളരെ മോശമായി തന്നെ ബാധിക്കുന്നതാണ്. കൂടാതെ റിലേഷൻഷിപ്പിനെയും അഫക്റ്റ് ചെയ്യും. ഒരുപാട് പേർ ചിന്തിക്കുന്നത് എന്താണെന്നാൽ, പോൺ വീഡിയോസ് കണ്ട് മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോഴാണ് മോർ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. റിയൽ ലൈഫിൽ പാർട്ണറുടെ അടുത്ത് നിന്ന് അത്തരത്തിൽ ലഭിക്കാറില്ല എന്നാണ്. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ചിന്തകൾ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഒരുപാട് വർദ്ധിച്ചു വരും. ഒരുപാട് ഡോക്ടർമാർ എന്താണ് പറയുന്നതെന്നാൽ, ട്രൈ ചെയ്യാതെ തന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിലാണ് പേഷ്യൻസ് പറയുന്നത് എന്നാണ്. ഒരു കാര്യവും നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാൻ അനുവദിക്കരുത്. പക്ഷേ ഓവർ മാസ്റ്റുർബേഷൻ തീർച്ചയായും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായി, ഇറ്റ് അഫക്ട്സ് യുവർ പീനിസ്. നിങ്ങൾ ഓവറായി മാസ്റ്റുർബേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പീനിസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. പുരുഷന്മാരുടെ സ്വകാര്യ ഭാഗത്തെ ഈ ഓവർ മാസ്റ്റുർബേഷൻ തീർച്ചയായും ബാധിക്കും. ഇത് തുടരുകയാണെങ്കിൽ അത് വീക്കാകാൻ തുടങ്ങും. സ്പെം ജനറേഷൻ കുറയും. ലിമിറ്റായി ചെയ്യുമ്പോൾ പോലും ഒരുപാട് സ്പെം പ്രൊഡക്ഷൻ ഉണ്ടാകാറുണ്ട്. ഒരു കിണർ കുഴിക്കുമ്പോൾ കുറച്ച് ആഴത്തിൽ പോയാലേ വെള്ളം ലഭിക്കുകയുള്ളൂ. പക്ഷേ കിണറിലുള്ള മുഴുവൻ വെള്ളവും എടുത്താലോ ബാക്കി കുറച്ച് വെള്ളം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് വെള്ളം ഉണ്ടാകാൻ ടൈം എടുക്കും. അതുപോലെ തന്നെയാണ് ഇതും. എല്ലാം ലിമിറ്റായിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ മുൻപോട്ട് പോകുള്ളൂ. ഇത് കാരണം നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാം, ഫംഗൽ ഇൻഫെക്ഷൻ വരാം. അതുമാത്രമല്ല, മാസ്റ്റുർബേഷൻ ഒരുപാട് ചെയ്താൽ അത് നിങ്ങളുടെ പീനിസിനെ വീക്കാക്കും. പെയിൻ ഉണ്ടാകാനും കാരണമാകും. പെയിൻ ഉണ്ടെങ്കിൽ മാസ്റ്റുർബേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നീട് ഇതെല്ലാം ബ്രെയിനെ അഫക്റ്റ് ചെയ്യും, മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. സോ നിങ്ങൾ മാക്സിമം ഇതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമതായി, ഇറ്റ് കോസസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഓവർ മാസ്റ്റുർബേഷൻ കാരണം നിങ്ങളുടെ ഇജാക്കുലേഷൻ ടൈം കുറയാൻ തുടങ്ങും. ചിലർക്ക് 2-3 മിനിറ്റ് ഉണ്ടാകും. അത് നല്ലൊരു ടൈമാണ്. ചിലർക്ക് ലെസർ ദാൻ 30 സെക്കൻഡ്സ്, ലെസർ ദാൻ 16 സെക്കൻഡ്സ്. 16 സെക്കൻഡിൽ തന്നെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. ഇത് ബാഡ് സൈൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇജാക്കുലേഷൻ എത്രത്തോളം ടൈം എടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. അതുപോലെ തന്നെ ഓവറായി മാസ്റ്റുർബേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സെക്ഷൽ ഡിസയർ കുറഞ്ഞു വരുന്നു. അതിനാൽ നിങ്ങൾ മാസ്റ്റുർബേഷൻ വേണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചതുപോലെ ഫീലാകും. ഇത് ഓവറായാൽ നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. ഒരു കാര്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. ഇതും അതുപോലെ തന്നെയാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കേരള നോഫാബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാനായി നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. പോൺ അഡിക്ഷൻ, ഫാപ്പിംഗ്,
തുടങ്ങിയ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ശരിയായ ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓഡിയോ ബുക്സ്, അഫർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോഡ്സ്, കമൻട്രീസ്, കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിന്റിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 10 ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോ ഫാപ്പ് സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്.